നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലപ്പോ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു നോട്ടിഫിക്കേഷന് കൊടുക്കുന്ന ശ്രദ്ധ പോലും വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റാറില്ലെന്ന്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഈ കാലത്ത് ഖുറാനുമായുള്ള നമ്മുടെ ബന്ധം ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത്? വരൂ, ഈ ഒരു വിശകലനത്തിലൂടെ നമുക്കൊരുമിച്ച് ഒരു ആത്മീയ പരിശോധന നടത്തിനോക്കാം. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആദ്യം നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. പിന്നെ അതിനൊരു പരിഹാരമായി ഖുറാനിൽ നിന്ന് തന്നെയുള്ളൊരു കുറുപ്പടി നമ്മൾ നോക്കും. അത് വെച്ച് നമ്മളെ തന്നെ എങ്ങനെ വിലയിരുത്താമെന്നും എന്തൊക്കെയാണ് നമുക്ക് തടസ്സമാകുന്നതെന്നും തിരിച്ചറിയും. അവസാനം ഖുറാനുമായുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ളൊരു ചികിത്സാ പദ്ധതിയും നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം രോഗനിർണയമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുതരം ആത്മീയ മരവിപ്പുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാറി മാറി വരുന്ന സന്തോഷവും സങ്കടവും നിറഞ്ഞ പോസ്റ്റുകൾക്കിടയിൽ നമ്മുടെ ഹൃദയത്തിന് യഥാർത്ഥത്തിൽ എന്ത് തോന്നണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് നമ്മുടെയെല്ലാം ഹൃദയം ഇത്രയധികം മരവിച്ചു പോയത്? നമ്മൾ ദിവസവും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു മരവിപ്പുണ്ടാക്കുന്നത്? ഇതൊന്ന് ഓർത്തു നോക്കൂ. നമ്മള് ഫോണെടുത്ത് സ്ക്രോൾ ചെയ്യുവാണ്. ഒരു നിമിഷം യുദ്ധഭൂമിയിലെ ഒരു കുഞ്ഞ് മരിക്കുന്നതിന്റെ ദാരുണമായ കാഴ്ച. അടുത്ത നിമിഷം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു കോമഡി വീഡിയോ കാണുന്നു. വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റൊരു ദുരന്ത വാർത്ത. ഡോക്ടർ ഒമർ സുലൈമാൻ പറഞ്ഞതുപോലെ ഈയൊരു രീതി നമ്മുടെ മനുഷ്യത്വം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ദുരന്തവും വിനോദവും ഒരുപോലെയായി മാറുമ്പോൾ നമ്മുടെ ഹൃദയം പ്രതികരിക്കാതായി തീരുന്നു. അപ്പോ ഈ ഡിജിറ്റൽ മരവിപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ള പ്രതിവിധി, അതിനുള്ള കുറിപ്പടി ഖുർആൻ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. കേൾവിയെക്കുറിച്ചുള്ള വളരെ ശക്തമായ ഒരു നിർദ്ദേശമാണത്. ഇതാണ് നമ്മുടെ ചികിത്സയുടെ കാതൽ. അല്ലാഹുവിന്റെ വചനങ്ങളെ കേൾക്കുമ്പോൾ ചിലരത് കേൾക്കാത്ത പോലെ, കാണാത്ത പോലെ അതിലൂടെ അങ്ങ് കടന്നുപോകും. പക്ഷേ യഥാർത്ഥ വിശ്വാസികൾ അങ്ങനെയല്ല. അവർ അതിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ശ്രദ്ധിക്കും, അതിലേക്ക് ചായും. ഈ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനം. ശരി, അപ്പോ രോഗത്തിനുള്ള കുറിപ്പടി നമുക്ക് കിട്ടി. ഇനി വേണ്ടത് ഒരു ചെക്കപ്പാണ്, അല്ലേ? നമ്മുടെ ആത്മീയ ആരോഗ്യം എത്രത്തോളമുണ്ടെന്നളക്കാൻ ഒരു ഡയഗ്നോസ്റ്റിക് ഉപകരണം പോലെ ഖുറാനിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ എന്ന് പറയുന്നത് വെറുതെ വായിച്ചു പോകാനുള്ളൊരു പുസ്തകം മാത്രമല്ല. അതൊരു കണ്ണാടി പോലെയാണ്. അതിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ നമ്മുടെ ഒരു സ്പിരിച്വൽ ഹാർട്ട് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സിമ്പിളാണ്. അല്ലാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ശരിക്കും ഒരു ആദരവ് തോന്നുന്നുണ്ടോ? ഖുറാൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൂടുന്നുണ്ടോ? യാതൊരു ഡിസ്ട്രാക്ഷനുമില്ലാതെ എത്ര നേരം നിങ്ങൾക്കതിൽ മുഴുകിയിരിക്കാൻ പറ്റുന്നുണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ആത്മീയ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരും. ഈ സ്വയം വിലയിരുത്തൽ നമുക്ക് മാത്രമല്ല കേട്ടോ. ചിന്തിച്ചു നോക്കൂ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ഒരിക്കൽ ഖേദത്തോടെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി ഖുറാൻ കേട്ടപ്പോഴുണ്ടായിരുന്ന ആ ഹൃദയത്തിന്റെ ആർദ്രത കാലം കഴിഞ്ഞപ്പോൾ കുറഞ്ഞുപോയെന്ന്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മീയ ആരോഗ്യമെന്നു പറയുന്നത് നമ്മൾ നിരന്തരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമ്മൾ ഏകദേശമൊന്ന് വിലയിരുത്തി. ഇനി എന്തൊക്കെയാണ് ഈ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ കാതുകളെ മലിനമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒരു വശത്ത് വിശ്വാസികളുടെ കാതുകൾ. അവര് അല്ലാഹുവിന്റെ വെളിപാടുകൾ കേൾക്കാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും ശ്രമിക്കും. മറുവശത്ത് അശ്രദ്ധരായവരുടെ കാതുകൾ. അവർ പരദൂഷണത്തിലും മോശം വാക്കുകളിലും മുഴുകി ഖുറാനിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഖുർആൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന 4 പ്രധാന ഹൃദയരോഗങ്ങളുണ്ട്. ഒന്നാമത്തേത്, കേൾക്കുന്നത് തന്നെ അതിനെ എതിർക്കാൻ വേണ്ടി മാത്രമാവുക. 2, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ആയത്തുകൾ ഉപയോഗിക്കാൻ കേൾക്കുക. 3, നമ്മുടെ ഇഷ്ടങ്ങളും നിലപാടുകളും ശരിവയ്ക്കാൻ വേണ്ടി മാത്രം കേൾക്കുക. 4, കേൾക്കുന്നത് നമുക്ക് അല്പം അസ്വസ്ഥതയുണ്ടാക്കുമ്പോൾ തന്നെ അത് നിർത്തിക്കളയുക. ഇവയൊക്കെ നമ്മുടെ കേൾവിയെ തടസ്സപ്പെടുത്തുന്ന മുള്ളുകളാണ്. അപ്പോ രോഗം മനസ്സിലായി, തടസ്സങ്ങളും മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം, അല്ലേ? ഇതിനുള്ള ചികിത്സ. എങ്ങനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഖുറാനുമായി ഒരു യഥാർത്ഥ ബന്ധമുണ്ടാക്കിയെടുക്കാം? ഇതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത്, പാത്രം ശൂന്യമാക്കുക. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
നമ്മുടെ കാതുകളെയും മനസ്സിനെയും പരദൂഷണം, ഏഷണി പോലുള്ള മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ശുദ്ധമായ പാത്രത്തിലേക്ക് ഖുർആൻ നിറയ്ക്കുക. അവസാനമായി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പൂർണ്ണ ശ്രദ്ധയോടെ അതിൽ മുഴുകുക. ഈ ക്രമം വളരെ പ്രധാനമാണ്. ഡോക്ടർ ഉമർ സുലൈമാന്റെ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിനെ വെറുമൊരു കണ്ടന്റായിട്ട് കാണരുത്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റു വീഡിയോകൾ പോലെയോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന ഒരു പാട്ടുപോലെയോ ഖുർആനിനെ കണക്കാക്കരുത്. യഥാർത്ഥ കണക്ഷൻ വരുന്നത് നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുമ്പോഴാണ്. വണ്ടി ഓടിക്കുമ്പോഴോ മറ്റു ജോലികൾ ചെയ്യുമ്പോഴോ ബാക്ക്ഗ്രൗണ്ടിൽ ഖുർആൻ കേൾക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, തെറ്റല്ല. പക്ഷേ എല്ലാം മാറ്റിവെച്ച് പൂർണ്ണ ശ്രദ്ധയോടെ ഹൃദയം തുറന്നുവെച്ച് ഖുർആനിനു വേണ്ടി മാത്രം ഇരിക്കുന്നതിനെ പകരം വയ്ക്കാൻ മറ്റൊന്നിനും കഴിയില്ല. ആ ഒരു ശ്രദ്ധയോടെയുള്ള കേൾവിയാണ് ശരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഖുർആനുമായുള്ള ആത്മാർത്ഥമായ ഒരു നിമിഷത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നറിയാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ മാത്രം നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഒരാൾ ദേഷ്യത്തോടെ സ്വന്തം സഹോദരിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വെച്ച് അദ്ദേഹം കേൾക്കുന്നതെന്താണ്? സൂറത്ത് ത്വാഹയിലെ ഏതാനും ആയത്തുകൾ. ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു. ആ ആത്മാർത്ഥമായ കേൾവി അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീഴ്മേൽ മറിച്ചു. ശത്രുവായി വന്നയാൾ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമെ തേടിപ്പോയി. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സംരക്ഷകരിലൊരാളായി മാറി. അപ്പോ ഇതിൽ നിന്നുള്ള ഗുണപാഠം ഇതാണ്: ഖുർആൻ ഒരു സുരക്ഷാവല പോലെയാണ്. നമ്മൾ എത്രയൊക്കെ വീണുപോയാലും അതിലേക്ക് ആത്മാർത്ഥമായി തിരിഞ്ഞാൽ അത് നമ്മളെ സുഖപ്പെടുത്താനും നമ്മളെ മാറ്റിയെടുക്കാനും കഴിവുള്ള ഒന്നാണ്. മറ്റെല്ലാ നന്മകൾക്കും അതൊരു തുടക്കമാകും. അപ്പോൾ അവസാനമായി ഈയൊരു ചോദ്യം മാത്രം: ഖുർആനിന് മരിച്ചുപോയ ഒരു ഹൃദയത്തെപ്പോലും വീണ്ടും ജീവിപ്പിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആ ഒരു സ്പിരിച്വൽ CPRന്, ഒരു ആത്മീയ പുനരുജ്ജീവനത്തിന് തയ്യാറാണോ? ഈയൊരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.